ഏകാദശ സ്കന്ധമാണ് അനുസ്മരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ, വളരെ ഭക്തിയോടെ, ഏകാഗ്രതയോടെ നടക്കേണ്ടതാണ് ഏകാദശം. ഇതിൻ്റെ പശ്ചാത്തലമൊന്നും ഞാനിവിടെ വർണ്ണിക്കുന്നില്ല, കാരണം നമുക്കത് സമയപരിമിതമായിരുന്നു. ഏതായാലും ഉദ്ധവന് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഉപദേശത്തെയാണ് ഏകാദശം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഉദ്ധവന് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഭാഗവത ധർമ്മോപദേശങ്ങളെയാണ് നമ്മളിവിടെ ഏകാദശ സ്കന്ധത്തിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. അത്രയും മതി. അതിൻ്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറയണം. നമുക്കതിലെ എന്താ പറയുക, ആ ആശയങ്ങൾ മാത്രം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ചില ഭാഗങ്ങൾ മാത്രം നോക്കാം. അത്രയും ഗ്രന്ഥമുള്ളവർ നോക്കിയപ്പോൾ അതിൽ ഇപ്പം നമ്മൾ വായിച്ചതിൻ്റെ കുറച്ച് മുമ്പ് 14-ാമത്തെ അധ്യായം കാണും. അധ്യായം 14 നോക്കും. അപ്പോൾ ഗ്രന്ഥം നോക്കി പഠിക്കുമ്പോൾ കുറേയും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഏകാദശത്തിലെ 14-ാമത്തെ അധ്യായം എടുത്തു അല്ലേ. ഏകദേശം 24ഓളം അധ്യായങ്ങളിലായിട്ടാണ് ഈ ഉദ്ധവോപദേശം നീണ്ടു കിടക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം 14-ാമത്തെ അധ്യായത്തിലെ ചില ശ്ലോകങ്ങളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. അത്രയും നമുക്ക് സമയമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഉദ്ധവൻ്റെ ഒരു ചോദ്യത്തോടു കൂടിയിട്ടാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് ഉദ്ധവൻ്റെ ചോദ്യം. വായിച്ചു നോക്കൂ. ഉദ്ധവ ഉവാച വദന്തി കൃഷ്ണ ശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന തേഷാം വികൽപ്പ പ്രാധാന്യം ഉദാഹോ ഏകമുഖ്യത. ഇതായിരുന്നു ഉദ്ധവൻ്റെ ചോദ്യം. ഉദ്ധവൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിനൊക്കെ ഭഗവാൻ മറുപടി പറഞ്ഞു. പിന്നീട് ഉദ്ധവൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. വദന്തി കൃഷ്ണ ശ്രേയാംസി. ഹേ ഭഗവാൻ, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഹേ കൃഷ്ണ ഭഗവാനെ. വദന്തി പറയുന്നു. എന്ത് പറയുന്നു? ശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന. ബ്രഹ്മവാദികളായ ആൾക്കാർ ബഹൂനി ശ്രേയാംസി വദന്തി. മനുഷ്യന് ശ്രേയോമാർഗമായിട്ട് അനേകം മാർഗങ്ങൾ പറയുന്നുണ്ട്. അതിനാണ് പറയുന്നത് ബ്രഹ്മവാദികൾ. തേഷാം വികൽപ്പ പ്രാധാന്യം ഉദാഹോ ഏകമുഖ്യത. ഭവത ഉദാഹൃത സ്വാമിൻ ഭക്തിയോഗ അനപേക്ഷിത നിരസ്യ സർവത സംഗം യേന ത്വയി ആവിശേത് മനഃ. ഇതായിരുന്നു ഉദ്ധവൻ്റെ ചോദ്യം. ഭവത ഉദാഹൃത, അങ്ങയാൽ ഉദാഹരിക്കപ്പെട്ടു. സ്വാമിൻ, സ്വാമിന്ന് ഭഗവാനെ വിളിക്കുകയാണ്. ഹേ സ്വാമിൻ എന്നാരെ വിളിച്ചു? ഭഗവാനെ വിളിക്കുകയാണ് ഉദ്ധവൻ. ഹേ സ്വാമിൻ. ഭക്തിയോഗ അനപേക്ഷിത, അനപേക്ഷിതമായിരിക്കുന്ന ഭക്തിയോഗം അങ്ങ് ഉദാഹരിച്ചു. അപ്പോൾ ഉദ്ധവനൊരു സംശയം. അനേകം ശ്രേയോമാർഗങ്ങളുണ്ട്, അതിൽ ഏതാണ് ശരിയായ ശ്രേയോമാർഗം എന്നാണ് ഉദ്ധവൻ ചോദിച്ചതിൻ്റെ ഒരു ചുരുക്കം അതാണ്. അപ്പോൾ ഭഗവാൻ എന്താ മറുപടി പറഞ്ഞത്? ശ്രീ ഭഗവാൻ ഉവാച. അവിടെയൊക്കെ നമുക്ക് കാണാം ശ്രീകൃഷ്ണ ഉവാച എന്നല്ല പറയുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ശ്രീ ഭഗവാൻ ഉവാച എന്നാണ് പറയുന്നത്. ഉപദേശങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാക്ഷാൽ ഭഗവാനാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അത് പൂർണ്ണമായ ശാസ്ത്രമാണ്. അതുകൊണ്ടാണത് ശ്രീ ഭഗവാൻ ഉവാച തന്നെ പറയണത്. എന്ത് പറയണില്ല? ശ്രീകൃഷ്ണ ഉവാച എന്നല്ല പറയണത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കാലേന നഷ്ട പ്രളയേ വാണീയം വേദസംഹിത. കാലേന നഷ്ട, ഈ അറിവ് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? കാലേന അല്ലേ, കാലം കൊണ്ട് അറിവ് നഷ്ടപ്പെട്ടു പോയി. വാണീയം വേദസംഹിത, ഈ വേദത്തിലെ ഈ അറിവുകളൊക്കെ കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഭഗവാൻ ആദ്യമായിട്ട് പറഞ്ഞത്. മയാ ആദോ ബ്രഹ്മണേ പ്രോക്ത, ഞാൻ ആദ്യം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബ്രഹ്മാവിന് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ധർമ്മോ യസ്യാം മദാത്മക, ഞാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത അതിൽ ശരിയായ ധർമ്മങ്ങളെല്ലാം ഉണ്ട്. തേന പ്രോക്താച പുത്രായ, ആ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാർക്ക് അതേ ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്തു. മനവേ, മനുവിന് പറഞ്ഞു കൊടുത്തു. തതഃ ഭൃഗ്വാദയ അഗ്രഹൻ, പിന്നീട് ഭൃഗു മുതലായ മഹർഷിമാർക്കൊക്കെ ഈ ധർമ്മം എന്താണെന്ന്, ജ്ഞാനം എന്താണെന്ന് മനസ്സിലായി. സപ്ത ബ്രഹ്മമഹർഷയ, ബ്രഹ്മമഹർഷയ പറഞ്ഞാൽ നമ്മൾ ഈ സപ്തർഷികൾ എന്ന് പറയാറില്ലേ. സാധാരണക്കാർ സപ്തർഷികൾ 7 പേരാണ്. അവരെയാണ് ഇവിടെ ബ്രഹ്മമഹർഷയ എന്ന് പറഞ്ഞതും ഈ സപ്തർഷികളെയാണ്.
ഈ 7 മഹർഷിമാർക്കും ഇതെന്താണെന്ന് ഈ ജ്ഞാനം കിട്ടി. തേഭ്യ അവരിൽ നിന്ന്, പിതൃഭ്യ പിതൃക്കൾക്കത് കിട്ടി, തൽപുത്രാഹ അവരുടെ പുത്രന്മാർക്ക് കിട്ടി, ദേവദാനവ ഗുഹ്യക ദേവന്മാർക്ക്, ദാനവന്മാർക്ക്, ഗുഹ്യകന്മാർക്കൊക്കെ ഈ അറിവ് കിട്ടി. മനുഷ്യാഹ മനുഷ്യന്മാർക്ക് കിട്ടി, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, ഗിംദേവന്മാർ, കിന്നരന്മാർ, നാഗങ്ങൾ, രക്ഷസ്സുകൾ, കിംപുരുഷാദികൾ, ബഹ്യഃ തേഷാം പ്രകൃതയഃ രജസത്വതമോഭവ യാഭിഃ ഭൂതാനി ഭിദ്യന്തെ ഭൂതാനാം മതയസ്തഥ. ഇങ്ങനെ എത്രയോ പേർക്ക് ഈ ഒരറിവ് കിട്ടി എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ സാരം. യഥാപ്രകൃതി സർവേഷാം ചിത്രാവാചഃ സ്രവന്തി. അപ്പോൾ ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചാണ് അവർ വാക്കുകൾ പറയും. എൻ്റെ പ്രകൃതി അനുസരിച്ചാണല്ലോ ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കും. ഇതുപോലെ ഓരോരുത്തരും അവരവരുടെ പ്രകൃതി അനുസരിച്ചാണ് ഈ ധർമ്മത്തെപ്പറ്റിയും ജ്ഞാനത്തെപ്പറ്റിയൊക്കെ പറയുന്നത്. ഏവം പ്രകൃതി വൈചിത്ര്യാത് ഈ പ്രകൃതി വൈചിത്ര്യം കൊണ്ടാണ് ഭിദ്യന്തേ മതയോ നൃണാം. നൃണാം മതയഃ ഭിദ്യന്തേ. നൃണാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനുഷ്യരുടെ മതയഃ എന്ന് പറഞ്ഞാൽ ബുദ്ധികൾ അല്ലേ. മതി പറഞ്ഞാൽ ബുദ്ധി, മതയഃ പറഞ്ഞാൽ ബുദ്ധികൾ. മനുഷ്യരുടെ ബുദ്ധികൾ ഭിദ്യന്തേ പലതരത്തിലായി പോകണം. ആൾക്കാരൊക്കെ പലതരത്തിൽ പറയുന്നുണ്ടല്ലേ. എന്താണ് ജ്ഞാനം എന്ന് ചോദിച്ചാൽ മനുഷ്യരൊക്കെ പലതരത്തിലാണ് പറയുന്നത്. നിങ്ങളൊരു 1000 ആളോട് ചോദിച്ചാൽ 1000 ആൾക്കാർ 1000 തരത്തിലാണിത് പറയുന്നത്. അതെന്തതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഭഗവാൻ പറഞ്ഞു പ്രകൃതി വൈചിത്ര്യം കൊണ്ടാണ്. എന്താ പ്രകൃതി വൈചിത്ര്യം എന്ന് പറഞ്ഞാൽ? അത് ഞാൻ തന്നെ ഇവിടെ ഒരു ഉദാഹരണം. അപ്പം ഞാനിങ്ങനെ പറയുന്നു അല്ലേ, കഴിഞ്ഞ 6-7 ദിവസമായി ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു എന്താ പറയുക ഒരു രീതി, ഒരു ശൈലിയൊക്കെ ഉണ്ടാവും. ഇതേപോലെ ഓരോരോ ആൾക്കാർക്കും അവരുടേതായ ഒരു രീതി ഉണ്ട്. പറയുന്നതൊക്കെ ഒന്നായിരിക്കും, പക്ഷേ ഈ പ്രകൃതി വൈചിത്ര്യം കാരണം പലരും പറയുമ്പോൾ മനുഷ്യർക്ക് അത് പലതായിട്ട് തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. പാരമ്പര്യേണ കേശാഞ്ചിൽ. പിന്നെ ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്ന ആൾക്കാരല്ലേ. ഒരച്ഛന് കുറേ അറിവുണ്ടായി, ആ അച്ഛൻ തൻ്റെ മകന് പറഞ്ഞു കൊടുത്തു, വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ആ മകൻ പിന്നെ വലുതായി അച്ഛനായി, ആ മകൻ തൻ്റെ മകന് പാരമ്പര്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അറിവുകളുണ്ട് അല്ലേ. പാരമ്പര്യേണ കേശാംശിത്. പിന്നെ പാഖണ്ഡമതയ അപരെ. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, അവർ പാഖണ്ഡ മതത്തെ അവലംബിക്കുന്നവരാണ്. പാഖണ്ഡമതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയില്ല. വേദത്തിന് അനുകൂലമായ അഭിപ്രായങ്ങൾക്കാണ് അത് നല്ലത്, അതാണ് നല്ലത് ശരി. പക്ഷേ ചില ആൾക്കാർ വേദത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കും. അതിനാണ് ഈ പാഖണ്ഡമതം എന്ന് പറയുന്നത്. അങ്ങനെ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബുദ്ധമതം, ജൈനമതം ഇതിലൊക്കെ കാണുന്ന എല്ലാ ദർശനങ്ങളും ഈ വേദങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ്. വേദത്തിന് അനുകൂലമല്ല, വേദങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ വേദങ്ങൾക്ക് വിരുദ്ധമായ നിരവധി ആശയങ്ങൾ പറയുന്നവരുണ്ട്. അവർക്കും ഇഷ്ടം പോലെ എന്തുണ്ട്, അനുയായികളൊക്കെ ഉണ്ട്. പക്ഷെ അതാണ് ഭഗവാൻ പറഞ്ഞത് പാഖണ്ഡമതയ അപരേ മന്മായ മോഹിനധിയ പുരുഷാഹ പുരുഷരഷഭ. ഉദ്ധവ, അങ്ങേക്ക് നല്ല ബുദ്ധിയുണ്ട്. അപ്പം എൻ്റെ മായ കൊണ്ട് മോഹിതരായവരാണ് ഇവരെല്ലാവരും. ശ്രേയോ വദന്തി അനേകാന്തം. അപ്പോൾ ഏതാണ് ശ്രേയോ മാർഗം എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ ചിന്തകന്മാർ പലരും പലതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പലരും പലത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവന് എന്തുണ്ടാവും? ആകപ്പാടൊരു മതിഭ്രമണ്ടം. എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ ആ അറിവ് ഇങ്ങനെ ലോകം മുഴുവൻ എങ്ങനെയാണ് പ്രചരിച്ചത് എല്ലാം. ഞാനത് ചുരുക്കി പറയുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോയാൽ നല്ല രസമാണ്. പക്ഷേ നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയും. ഏതായാലും ഭഗവാൻ ലോകത്തിലുണ്ടായ എല്ലാ തരത്തിലുള്ള അറിവുകളെപ്പറ്റിയും ഭഗവാൻ പറയുന്ന സമഗ്രമായ ഗംഭീരമായ ഒരഭിപ്രായമാണിത്. ഇതിങ്ങനെ പറയാൻ ശ്രീകൃഷ്ണ ഭഗവാനല്ലാതെ ലോകത്തിൽ രണ്ടാമതൊരാൾക്ക് സാധ്യമല്ല. അത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ ഉദ്ധവനോട് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ശ്രേയോ വദന്തി അനേകാന്തം. അപ്പോൾ ശ്രേയോ മാർഗമായിട്ട് ഈ പല ചിന്തകന്മാരും പലതാണ് പറയുന്നത്. യഥാകർമ്മ യഥാരുചി. അവരുടെ കർമ്മമനുസരിച്ച് അവരുടെ രുചി അനുസരിച്ച് ഉദ്ധവ പറയുന്നു. ഇനി എന്തെല്ലാമാണ് പറയുന്നത് എന്ന് ഭഗവാൻ അതിനൊന്നും കൂടി ആദ്യം ഭഗവാൻ ജനറലായിട്ട് പറഞ്ഞു, പിന്നെ സ്പെസിഫൈ ചെയ്ത് പറയാണ് അല്ലേ. ഇനി ഭഗവാൻ സ്പെസിഫിക്കേഷൻസ് തരികയാണ്. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല എന്നൊന്നും, ഈ മലയാളം അറിയാഞ്ഞിട്ടൊന്നുമല്ല.
അപ്പം എന്തൊക്കെയായിരുന്നു ഭഗവാൻ പറയുന്നത്? ധർമ്മം ഏകേ, ഏകേ ധർമ്മം. ഏകേ പറഞ്ഞാൽ എന്താ? എത്രയോ 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 ചിന്തകന്മാരെ മുഴുവൻ മനസ്സിൽ കണ്ടിട്ടാണ് ഭഗവാൻ പറഞ്ഞത് ഏകേ, അതായത് ചിലർന്നർത്ഥം. ചിലർ പറയുന്നു ധർമ്മമാണ് ശരിയായ ശ്രേയോ മാർഗം എന്ന് പറയുന്ന നിരവധി ആൾക്കാരുണ്ട്. അതാണ് ഏകേ എന്ന് പറയുന്നത്. യശഃ ച അന്യേ, അതാണ് യശശ്ചാന്യേ എന്നുള്ളത് പദം കുറിച്ചാൽ യശഃ ച അന്യേ. അന്യേ വേറെ കുറേ പേര് പറയുന്നു യശസ്സാണ് എന്ത് ശ്രേയോ മാർഗം എന്ന് പറയുന്നു. അപ്പം ചിലരെന്ത് പറയുന്നു? ധർമ്മമാണ് ശ്രേയോ മാർഗം എന്ന് പറയുന്നു. വേറെ ചിലർ സമ്മതിക്കണില്ല, അവർ പറയുന്നു അല്ല, യശസ്സാണ് എന്ന് അവർ പറയുന്നു. പിന്നെ ധർമ്മമേകേ യശശ്ചാന്യേ കാമം സത്യം ദമം ശമം. ചിലർ പറയുന്നു ഇതൊന്നുമല്ല, കാമമാണ് ശ്രേയോ മാർഗം. അത് വത്സ്യായനാദികളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, അല്ലേ? വത്സ്യായനൻ എന്ന് പറയുന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. ഒരു മഹർഷിയായിരുന്നു അദ്ദേഹം. കാമം എന്ന് പറയുന്നൊരു വിഷയത്തെപ്പറ്റി അദ്ദേഹം ഗംഭീരമായൊരു ശാസ്ത്രം എഴുതിയിട്ടുണ്ട്. നല്ല പുസ്തകമാണ്, നല്ല കട്ടിയുള്ള ഒരു ഗ്രന്ഥമാണ്, നല്ല രസമാണ് വായിക്കാൻ. അപ്പോൾ അതിനെ കാമശാസ്ത്രം എന്ന് പറയും. കേട്ടിട്ട് നെറ്റി ചുളിക്കൊന്നും വേണ്ട, അതും ഒരു ശാസ്ത്രം തന്നെയാണ്. വത്സ്യായനാദികളാണ്, കുറേ ആചാര്യന്മാരുണ്ട്. കാമശാസ്ത്രത്തിന് ഭാരതത്തിൽ ഇഷ്ടംപോലെ ആചാര്യന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉദ്ദേശിച്ചിട്ട് ഭഗവാൻ പറയുന്നു, അവർ പറയുന്നത് ഈ കാമമാണ് ഏറ്റവും നല്ല ശ്രേയോ മാർഗം എന്ന് അവർ പറയുന്നുണ്ട്. ചിലർ പറയുന്ന അല്ല, സത്യമാണെന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു ദമമാണ്, വേറെ ചിലർ ശമമാണ്. അന്യേ വദന്തി സ്വാർത്ഥം വാ, ചിലർ പറയുന്നു സ്വാർത്ഥതയാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നു. ഐശ്വര്യമാണെന്ന് പറയുന്നു, ത്യാഗഭോജനമാണെന്ന് പറയുന്നു. ചിലർ കേചിത് യജ്ഞതപോദാനം, യജ്ഞമാണ്, തപസ്സാണ്, ദാനമാണ്, വ്രതങ്ങളാണ്, നിയമങ്ങളാണ്, യമങ്ങളാണ്. ഇങ്ങനെ ലോകത്തിലെ അനേകം ആചാര്യന്മാർ ഉദ്ധവ പല തരത്തിലാണ് ഈ ശ്രേയോ മാർഗം എന്ത് എന്ന ചോദ്യത്തിന് ഓരോരുത്തരും അവനവൻ പിടിച്ച കൊമ്പിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? തൂങ്ങി നിൽക്കും. പല ഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. നല്ല രസമാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ. അതിലൊരു എന്താ പറയുക, ഒരു തന്തു ഇങ്ങനെ, ഞാനിതൊക്കെ വായിച്ചു നോക്കി, ഈ പറഞ്ഞതെല്ലാം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിലൊരു തന്തു ഇങ്ങനെ പോകുന്നത് കാണാം. എന്താ തന്തു എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ അവർ എന്താണോ അവർ ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി പറയും. പിന്നെ എല്ലാ അധ്യായങ്ങളിലും അവസാനത്തെ അധ്യായം വരെ ഈ തന്തു ഒരു നൂലിങ്ങനെ പോകും. ഇപ്പം യശസ്സാണെങ്കിൽ അവർ അവസാനത്തെ അധ്യായം വരെ പറയുമെന്ത്? യശസ്സാണ് ശ്രേയോ മാർഗം. ഇങ്ങനെ ഏത് ഗ്രന്ഥമാണോ ആചാര്യന്മാർ വിരചിക്കുന്നത് അവരതിൽ ഈ രീതിയിൽ അവലംബിക്കുമ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് തോന്നും ഇത് തന്നെയല്ലേ ശരിയായ മാർഗം എന്ന് തോന്നും. എന്നിട്ട് ഭഗവാൻ അതിന് അതിമനോഹരമായ മറുപടിയാണ് ഭഗവാൻ പറയുന്നത്. എന്താ ഭഗവാൻ പറഞ്ഞ? അടുത്ത ശ്ലോകം വായിച്ചു നോക്കൂ. ആദ്യന്തവന്ത ഏവേഷാം, ഈ പറഞ്ഞ എല്ലാ മാർഗങ്ങളും ആദിയും അന്തവും ഉള്ളതാണ്. പിന്നെ കർമ്മവിനിർമ്മിതാഹ, കർമ്മം കൊണ്ട് ഉണ്ടാക്കുന്ന ലോകങ്ങളാണ് ഇവർ പറയുന്നത് മുഴുവനും, അല്ലേ? അപ്പം നേരത്തെ ഭഗവാൻ സൂചിപ്പിച്ച മുഴുവൻ ആചാര്യന്മാരും പറയുന്ന മുഴുവൻ ശ്രേയോ മാർഗങ്ങളും കർമ്മം കൊണ്ട് നിർമ്മിച്ചതാണ്. ദുഃഖോദർക്കാഹ, ഉദർക്കം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയുക, അല്ലേ? ഉദർക്കം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. ദുഃഖോദർക്കം എന്ന് പറഞ്ഞാൽ എന്താ? അത് ദുഃഖത്തിലാണ് തുടങ്ങുന്നത്, തുടങ്ങുമ്പോഴും ദുഃഖമായിരിക്കും, അത് കഴിഞ്ഞാലും ദുഃഖമായിരിക്കും. തമോ നിഷ്ഠാഹ, ഇരുട്ടിലേക്കാണ് ഇതെല്ലാം നമ്മളെ കൊണ്ടുപോകാൻ. എത്ര മനോഹരമായിട്ട് മറുപടി പറയണമല്ലേ? ഈ പറഞ്ഞ വഴികളിലൊക്കെ നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അത് വായിച്ചു നോക്കാം. ഇതൊക്കെ വായിച്ചിട്ട് വേണം ഭാഗവതം. ഇത് മുഴുവൻ വായിച്ചാലേ ഈ അധ്യായത്തിന് അർത്ഥം പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും ഈ പറയുന്ന എല്ലാ ആചാര്യന്മാരെയും പറ്റി അറിയാത്ത ഒരാൾക്ക് ഈ 14-ാമത്തെ അധ്യായത്തിൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല. എങ്ങനെയാ പറയാം? ഇത് മുഴുവൻ വായിച്ചു നോക്കണ്ടേ? വായിക്കുകയല്ല, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അപ്പം ഇത് മുഴുവനും മനസ്സിലായ ഒരാൾക്ക് മാത്രമേ എന്താണ് ഭഗവാൻ പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പം നിരവധി ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാരെ പലതും പറഞ്ഞ് ഇതിലേതാണ് ശരിയെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ തമോനിഷ്ഠങ്ങളാണ്. തമോ എന്ന് പറഞ്ഞാൽ ഇരുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ക്ഷുദ്രാനന്ദ, ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ നിസ്സാരം എന്നർത്ഥം. ഇതിൽ പറയുന്ന ആനന്ദങ്ങളെല്ലാം തന്നെ ക്ഷുദ്രമാണ്. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ പറയുക? നിസ്സാരമാണ്, അത്ര കാര്യമായിട്ടൊന്നുമില്ല. അതിൽ ആനന്ദമൊക്കെ കിട്ടും, ആനന്ദമില്ലാതെ ഭഗവാൻ പറയുന്നത്. പക്ഷേ ആനന്ദങ്ങളൊക്കെ ക്ഷുദ്രങ്ങളാണ്. ക്ഷുദ്രാനന്ദ ശുചാർപ്പിത,
ദുഃഖത്തിൽ അർപ്പിക്കപ്പെട്ട ശുച പറഞ്ഞാൽ ദുഃഖമാണ്. അതെല്ലാം തന്നെ മനുഷ്യന് പലതരത്തിലുള്ള ദുഃഖങ്ങൾ തരുന്നു. മയ്യർപ്പിതാത്മന സഭ്യ നിരപേക്ഷസ് സർവതഃ മയാത്മന സുഖം യത്തിൽ കുതസ്യാത് വിഷയാത്മന. ഇതെല്ലാം വിഷയങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നേരത്തെ കുറേ എണ്ണം പറഞ്ഞില്ലേ അല്ലേ? അതൊക്കെ മനുഷ്യനെ കൂടുതൽ കൂടുതൽ ഈ വിഷയങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഭഗവാൻ പറയുന്നു മയ്യർപ്പിതാത്മനഃ, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. സഭ്യ നിരപേക്ഷസ്യ സർവത, നിരപേക്ഷന്മാരായിരിക്കും. എന്നിട്ട് മയാ ആത്മന സുഖം യത്തത് കുതസ്യാത് വിഷയാത്മന, ഭഗവാനെ മാത്രം മതി എന്ന് വിചാരിച്ച് ഭക്തിയോടുകൂടി എനിക്ക് ഭഗവാനല്ലാതെ മറ്റൊരാളും ആശ്രയമില്ല എന്ന് വിചാരിക്കുന്ന ഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദം, ഈ നേരത്തെ ഒരുപാട് ശ്രേയോമാർഗങ്ങൾ പറഞ്ഞില്ലേ, ഭഗവാൻ അങ്ങനെ എണ്ണി 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 പറഞ്ഞില്ലേ, ആ ശ്രേയോമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കൊന്നും തന്നെ ഈ ഭക്തൻ അനുഭവിക്കുന്ന ശരിയായ ആനന്ദം അനുഭവിക്കുവാൻ സാധ്യമല്ല. കുതസ്യാത് വിഷയാത്മന, വിഷയങ്ങളുടെ പിന്നാലെയാണ് ഇതൊക്കെ നമ്മളെ കൊണ്ടുപോകുക അല്ലേ? ഇപ്പം യശസ് പറഞ്ഞാൽ എന്താ? പലരും ചില ആചാര്യന്മാർ പറയും മനുഷ്യൻ ജീവിക്കുന്നത് യശസ്സിന് വേണ്ടിയിട്ടാണ്, യശസ്സുണ്ടാവണം. അതിനുവേണ്ടി അവർ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലവർ പറയും നിങ്ങൾ അതിൻ്റെയും ഇതിൻ്റെ ഒന്നും പിന്നാലെ പോയിട്ട് കാര്യമില്ല, നിങ്ങളുടെ യശസ് എത്രയോ 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 യുഗങ്ങളോളം നിലനിർത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആൾക്കാരെ എന്ത് ചെയ്യും? അവനവൻ്റെ കീർത്തിധാവള്യം എത്രയോ കാലം ലോകത്തിൽ നിലനിർത്താൻ വേണ്ടി അവർ പലതും ചെയ്യും അല്ലേ? പക്ഷെ ഭഗവാൻ പറയുന്നു അതൊന്നും എന്തല്ല, ശരിയായ മാർഗമല്ല. അങ്ങനെ എത്രയോ എൻ്റെ മനസ്സിലൊരു 100 കണക്കിന് ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ മനസ്സിൽ ഇപ്പോൾ വന്നു വരുന്നുണ്ട്. അപ്പം അതൊന്നുമല്ല. ഭഗവാൻ ഉദ്ധവനോട് പറയണം അതൊന്നുമല്ല. പിന്നെ ഭഗവാൻ പറയുന്നു അതൊക്കെ വിഷയങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. എല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചോളൂ, നശിച്ചു പോകുന്ന നിസ്സാരമായ സുഖം കിട്ടുന്ന ദുഃഖം മാത്രം തരുന്ന വിഷയങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയുള്ളൂ. പിന്നെ അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവ സുഖമയ ദിശ. അകിഞ്ചനസ്യ, അകിഞ്ചനൻ എന്ന് പറഞ്ഞാൽ എന്താ? കിഞ്ചന പറഞ്ഞാൽ കുറച്ച്, അകിഞ്ചന പറഞ്ഞാൽ എന്താ? കുറച്ചും കയ്യിലില്ലാത്ത ആളുകൾ, അതാണ് അകിഞ്ചന. കയ്യിലൊന്നുമില്ല. സുദാമാവിൻ്റെ കഥ നമ്മൾ കേട്ടില്ലേ അല്ലേ? സുദാമാവിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഒരു 100 രൂപ തരുമെന്ന് പറഞ്ഞാൽ ആ പാവത്തിനെടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഒരാൾ സുദാമാവിൻ്റെ വീട്ടിൽ പോയി എന്ന് വിചാരിച്ചോളൂ, വെറുതെ വിചാരിക്കും. എനിക്ക് 100 രൂപ തരുമെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ 100 രൂപ പോയിട്ട് 1 രൂപ പോലും ഇല്ല. സുദാമാവിൻ്റെ വീട്ടിൽ 1 രൂപ പോലും ഇല്ല. എനിക്കൊരു 10 കിലോ അരി തരുമോ പറഞ്ഞാൽ അവിടെ ഇല്ല. ഉണ്ടോ? ഇങ്ങനെയുള്ളവരെയാണ് അകിഞ്ചനന്മാർ എന്ന് പറയും. അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നർത്ഥം അല്ലേ? അകിഞ്ചനസ്യ ദാന്തസ്യ, ദാന്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാന്തൻ അറിയില്ല. ദാന്തൻ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ എന്നർത്ഥം. ഇന്ദ്രിയങ്ങളൊക്കെ നല്ലതുപോലെ നിയന്ത്രിച്ചു, കയ്യിൽ യാതൊന്നുമില്ല. ശാന്തസ്യ, നല്ല ശാന്തനാണ്. സമചേതസഃ, ചേതസ് വളരെ സമമാണ് അല്ലേ? മയാ സന്തുഷ്ട മനസ്സഃ, അവരുടെ ശ്രദ്ധിച്ചോളൂ. ഭഗവാൻ പറയുന്നത് നോക്കുക. അവരെ ഇങ്ങനെയുള്ള ഭക്തന്മാരെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. അവർക്ക് ഭക്തി മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ ഒരു സാധനം എടുക്കാനില്ലാത്തത് കൊണ്ട് അവർ അകിഞ്ചനന്മാരാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവരാണ്. എപ്പോഴും അവരുടെ മുഖത്തെന്ത് കാണും? ശാന്തി കളിയാടും. അവരെല്ലാവരെയും സമബുദ്ധിയോടുകൂടി കാണും. അവർക്കെപ്പോഴും സന്തോഷമാണ്. എന്താ കാരണം? മയാ സന്തുഷ്ട മനസ്സഃ, ഭഗവാനെങ്ങനെ സ്മരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ്, സന്തുഷ്ടിയാണ്. അവരുടെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ നോക്കിയാൽ സന്തോഷം ഉണ്ടാവും. ഞാൻ അവരാരെയാണ് വിചാരിക്കുന്നത്? അവർക്ക് ധനം വേണ്ട, പേര് വേണ്ട, കാമാദികൾ വേണ്ട, ഈ ലോകത്തിൽ കാണുന്ന ഒരു സാധനവും അവർക്ക് ആവശ്യമില്ല. അവർ ആ ഭഗവാനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് രസമായിരിക്കും അവർക്കല്ലേ? അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഓർക്കും ഭഗവാന്റെ കണ്ണുകളോ ധ്യാനിക്കും, ഭഗവാന്റെ വനമാല ഓർത്തിരിക്കും, ഭഗവാന്റെ പാദം ധ്യാനിക്കും. അവർ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഭാര്യയൊക്കെ ഉണ്ടാവും, മക്കളൊക്കെ ഉണ്ടാവും. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞു ഞാൻ ആ കഥ വായിച്ചു. ഒരു ഭക്തൻ, ഭാര്യയുണ്ട്, ഒക്കെയുണ്ട്, ചെറിയൊരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുക. ഇദ്ദേഹം എന്താ പണിയെന്നറിയോ?
ഇയാൾ ഈ എന്താ പറയുക, ഈ മണ്ണില്ലേ, എന്താ പറയുക, കളിമണ്ണ്. ഈ കളിമണ്ണ് ഇങ്ങനെ ഈ കുഴച്ച് അതുകൊണ്ട് ഇയാൾ പലതും ഉണ്ടാക്കും. കളിമണ്ണിൻ്റെ പണിയെടുക്കുന്നവർ. അപ്പോൾ കാലുകൊണ്ടാണ് ഇതിങ്ങനെ ചവിട്ടി കുഴയ്ക്കുക. എന്ത് ഭക്തനാണ്. അപ്പോൾ ഇയാൾക്ക് പിടിക്കാനൊരിതുണ്ട്. അതിൻ്റെ മുകളിൽ ഇയാൾ ഭക്തൻ എന്ന് വെച്ചാൽ ഇയാളെപ്പോഴും ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിക്കും, കീർത്തനങ്ങൾ പാടും, എപ്പോഴും നാമം ജപിക്കും. അമ്പാടിയിലെ ഗോപികമാരെ പോലെയാണ്. ഗോവിന്ദ 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 അങ്ങനെ നൃത്തം വെച്ചിട്ടാണ് ഇയാൾ പിടിക്കും വേണം. താഴത്ത് കളിമണ്ണല്ലേ. എന്നിട്ട് ഈ കളിമണ്ണിങ്ങനെ എന്ത് ചെയ്യും, ചവിട്ടി കുഴച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ അതുകൊണ്ട് പലതരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കും. ഒരു ദിവസവും ഇയാൾക്കൊരു ചെറിയ കുഞ്ഞുണ്ട് വീട്ടിൽ. ആ കുഞ്ഞ് അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങനെ മെല്ലെ വന്നിട്ട് ഈ ചളീൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ ആ അച്ഛൻ അറിഞ്ഞില്ല. എന്താ കാരണം? കാലിൻ്റെ അടിയിൽ ഈ കുഞ്ഞുണ്ട് എന്നറിയാതെ ഗോവിന്ദ എന്നുള്ള കണ്ണിന്നിങ്ങനെ കണ്ണീര് വന്നിട്ട് ഇയാൾ ഗോവിന്ദ. അത് നമുക്ക് കാണണം, കണ്ടാലേ മനസ്സിലാവും. എല്ലാം മറന്ന് ഭഗവാനെ വിചാരിച്ച അദ്ദേഹം ഈ കളിമണ്ണിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ചെറിയ കുഞ്ഞ് അച്ഛനെ തേടി വന്നതാണ്. ചവിട്ടി കൂട്ടി ആ സ്വന്തം മകൻ അച്ഛൻ്റെ ചവിട്ട് കൊണ്ട് ആ മണ്ണിൽ കടന്ന് മരിച്ചു പോവുകയാണ്. അറിഞ്ഞില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ മണ്ണെടുത്തിട്ട് വേണമല്ലോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തും. അദ്ദേഹം അതങ്ങോട്ട് നിർത്തിയിട്ട് പിന്നെ അദ്ദേഹം താഴെ തിരുന്നിട്ട് അപ്പോഴും ഇല്ല ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ ഈ മണ്ണിങ്ങനെ വാരാൻ നോക്കിയപ്പോൾ എന്തോ ഒരു മനുഷ്യ ശിശു അതിൻ്റെ ഉള്ളിൽ ചത്തു. ആ കുട്ടി ചത്തുപോയി. അയാൾക്ക് മനസ്സിലായി എന്ത്. അയാളത് മാറോട് ചേർത്ത് പിടിച്ചിട്ട് അയാളുടെ ഒരു ഭക്തിഭാവം തന്നെ. അത് വായിച്ചാൽ നിങ്ങൾ കരഞ്ഞു പോവും. ഞാൻ ആ കഥ ചെറുതായിട്ടേ പറഞ്ഞിട്ടേ ഉള്ളൂ. ആ കഥ ഞാൻ നിങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞാൽ അത് കരച്ചിൽ വരും നമുക്കല്ലേ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നിട്ടും ആ ഭക്തനെ എന്ത് ചെയ്തില്ല. എന്നിട്ട് ഇതിനെന്ത് വിഷമായി പോലും അദ്ദേഹം സ്വന്തം കാലുകൊണ്ട് സ്വന്തം മകനെ ഒന്നും അറിഞ്ഞിട്ടില്ല. ആ ദുഃഖം പോലും അദ്ദേഹത്തിന് തോന്നി. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? ഇതും ഭഗവാന്റെ എന്തോ ഒരു സങ്കല്പമായിരിക്കുമെന്ന് വിചാരിച്ച് കൂടുതൽ ഭക്തിയോടെ അദ്ദേഹം ഭഗവാനെ ഉപാസിച്ചു എന്നാണ് കഥയുടെ വാൽക്കഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർ ലോകത്തിൽ ധാരാളമുണ്ട്. ഇതിപ്പോൾ ഒരാളുടെ കഥയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ എത്ര കഥകളുണ്ടല്ലേ. എത്രയോ കഥകൾ. വേണമെങ്കിൽ നിങ്ങൾ വായിക്കാൻ ഞാനൊരു പുസ്തകം തരാം. മഹച്ചരിതമാല എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതുപോലെ നിരവധി ഭക്തന്മാരുടെ കഥകളുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. വെറുതെ ഇരുന്ന് വായിച്ചാൽ ഭാഗവതം വായിക്കുന്നത് പോലെ തന്നെയാണല്ലേ ആ ഭക്തന്മാരുടെ കഥകളൊക്കെ. ഭഗവാന്റെ കഥ വായിക്കുന്നത് പോലെ തന്നെ എത്രയോ മധുരതരമാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, മയാ സന്തുഷ്ട മനസഃ സർവാഃ സുഖമയ ദിശഃ. ഭഗവാനെ കൊണ്ട് അവർ സന്തോഷിക്കുക. അവർക്ക് വേറെ ഒന്നും വേണ്ട. ഈ ലോകത്തിൽ കാണുന്ന യാതൊന്നും ആവശ്യമില്ലാതെ ഉദ്ധവ അവർ എന്നെ സ്മരിക്കുന്നത് കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വേണോ? ഭഗവാൻ അവരോടൊക്കെ പലപ്പോഴും ഭഗവാന് വലിയ ഇഷ്ടമാത്രേ ഇങ്ങനെയുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ മുന്നിൽ വന്ന് ഭഗവാൻ ചോദിക്കും, നിൻ്റെ ഭക്തി കൊണ്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തുഷ്ടോഹം. ഭഗവാൻ പറയുന്ന ഒരു വാക്കാണെന്ത്? തുഷ്ടോഹം. ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. വരം പറയാം. എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ ഉദ്ധവ അവരെന്താ പറയാന്നറിയോ? അടുത്ത ശ്ലോകം നോക്കൂ. ന പാരമേഷ്ഠ്യം. പരമേഷ്ഠിയുടെ പദവി, ബ്രഹ്മാവിൻ്റെ പദവി വേണോ ചോദിച്ചാൽ ആ ഭക്തൻ പറയും, ഭഗവാനെ എനിക്ക് വേണ്ട. മഹേന്ദ്രദിഷ്ട്യം. നിന്നെ ദേവേന്ദ്രനാക്കണോ? വേണ്ട. സർവഭൗമം ചക്രവർത്തിയാക്കണോ? വേണ്ട. രസാധിപത്യം, രസാദനാദി ലോകങ്ങളുടെ അധിപതിയാക്കാന്ന് ഭഗവാൻ പറഞ്ഞാൽ ചെയ്യും. ഭക്തൻ പറയണ എനിക്ക് വേണ്ട. യോഗസിദ്ധികളൊക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് ഉദ്ധവനോട് പറയുന്നുണ്ട്. അണിമ, മഹിമ, ലഹിമ, ഗരിമ ഇതൊക്കെ ഭഗവാന് കൊടുക്കാൻ ഒരു നിമിഷം പോലും വേണ്ട. ഭക്തൻ പറയണു എനിക്ക് അത്തരത്തിലുള്ള സിദ്ധികളൊന്നും വേണ്ട. അപുനർഭവം. മോക്ഷം വേണോ ചോദിച്ചാലും ഭക്തൻ എന്ത് പറയും? അപുനർഭവം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. എല്ലാവരും മോക്ഷം കൊതിക്കും. ഭക്തൻ എന്ത് വേണ്ട? മോക്ഷസൗഖ്യേപ്യനീഹ എന്ന് ഭട്ടപാതിൽ നാരായണീയത്തിൽ പറയുന്നുണ്ട് അല്ലേ. മോക്ഷസൗഖ്യത്തിൽ പോലും അനീഹന്മാരായി ജീവിക്കുന്ന ഭക്തന്മാർ മയ്യർപ്പിതാത്മാ,
അവർ പൂർണ്ണമായും അർപ്പിതമാക്കി, ഭഗവാനെ അർപ്പിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുക. അവർക്ക് വേറെ ഒന്നും വേണ്ട. മയ്യർപ്പിതാത്മേച്ഛതി മദ്വിന അന്യത്. അവർക്ക് എന്നെയല്ലാതെ, അവർക്ക് ഭഗവാനെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഉദ്ധവ വേറെ യാതൊന്നും വേണ്ട. എന്ത് രസമുണ്ടല്ലേ. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ അല്ലേ. ഇതെല്ലാം കൂടി, ശ്ലോകങ്ങളെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. എന്തായിരുന്നു ഉദ്ധവൻ്റെ ചോദ്യം? ലോകത്തിൽ അനേകം ശ്രേയോമാർഗങ്ങളുണ്ട്, ഇതിലേതാണ് നല്ലതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? നിരവധി ശ്രേയോമാർഗങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു അല്ലേ. അതെല്ലാം അതിൻ്റെ ആചാര്യന്മാരെയൊക്കെ പറ്റി പറഞ്ഞു. അതെല്ലാം തന്നെ ദുഃഖം തരുന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഈ ഭക്തിയാണ് ഏറ്റവും നല്ല ശ്രേയോമാർഗം. ഇതൊക്കെ കേട്ടാലും ചില ആൾക്കാർക്ക് സംശയമാണല്ലേ. എന്ത്? ഈ രസങ്ങളെപ്പറ്റി സാഹിത്യത്തിലൊക്കെ പഠിക്കും. രസങ്ങളെപ്പറ്റി ഈ സാഹിത്യത്തിലൊക്കെ പഠിക്കുമ്പോൾ വലിയ വലിയ സാഹിത്യകാരന്മാരൊന്നും തന്നെ ഭക്തിയെ ഒരു രസമായിട്ട് അംഗീകരിച്ചിട്ടേയില്ല. അത് നമ്മൾ സാഹിത്യം പഠിച്ചാൽ ഭക്തിയെ നമ്മൾ ഭക്തിരസം എന്നൊക്കെ പറയും, പക്ഷെ ഭക്തിയെ അവരെന്ത് ചെയ്യുന്നില്ല, ഒരു രസമായിട്ട് അവർ സ്വീകരിക്കണില്ല. ബാക്കിയുള്ള രസങ്ങളൊക്കെ അവർ പറഞ്ഞല്ലോ. ശൃംഗാരം എന്നൊക്കെ കേട്ടില്ലേ? ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ബീഭത്സം, ഇതൊക്കെ രസങ്ങളാണ്. പക്ഷെ അവിടെ ഭക്തിയെ എന്ത് ചെയ്യുന്നില്ല, ഒരു രസമായിട്ട് പറയണില്ല, അത് സമ്മതിക്കില്ല. പക്ഷെ ഭഗവാൻ പറയുന്നു, ഈ ഭക്തിയാണ് ഏറ്റവും നല്ല ശ്രേയോമാർഗം. മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോളൂ. ശ്രേയോമാർഗേഷു ഭക്താമധിക ബഹുമതി ജന്മകർമാണി. വായിക്കാറില്ലേ നാരായണീയം? ഇവിടെ ആരെങ്കിലും നാരായണീയം വായിക്കുക? അതിനകത്തുള്ള ശ്ലോകമാണ്. ഇതിൻ്റെ ചുരുക്കമാണ് ഭട്ടബാദര് നാരായണീയത്തിൽ എഴുതി വെച്ചത്. ശ്രേയോമാർഗേഷു, ഈ പറഞ്ഞതിൻ്റെ ചുരുക്കമാണ്. എത്രയോ 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 ശ്രേയോ മാർഗങ്ങളിൽ ഗുരുവായൂരപ്പ ശ്രേയോമാർഗേഷു ഭക്താവധിക ബഹുമതി. ഭക്തവും കൂട്ടണം, അധിക ബഹുമതി. ഗുരുവായൂരപ്പനോട് മെൽപ്പത്തൂര് പറയാം, എത്രയോ ശ്രേയോമാർഗങ്ങൾ ഉള്ളതിൽ ഹേ ഗുരുവായൂരപ്പ അധികമായിരിക്കുന്ന ബഹുമാനം ഈ ഭക്തൻ ഏതിന് കൊടുക്കും? ഭക്തവും, ഭക്തിക്ക് കൊടുക്കും. എന്നിട്ട് അവർ ഭഗവാന്റെ നാമം ജപിക്കുന്നു, ഭഗവാനെ സ്മരിക്കുന്നു, ഭഗവാന്റെ കഥ കേൾക്കുന്നു, ഭഗവാനെ പരിചരിക്കുന്നു. ഇങ്ങനെ ഭഗവന്മയന്മാരായിട്ടവർ ജീവിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ ഉദ്ധവങ്ങനെ കേട്ടിരിക്കുക. ഇതങ്ങനെ ഉദ്ധവങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഉദ്ധവൻ എന്തൊരു സന്തോഷമല്ലേ. 125 വയസ്സായി. ആർക്ക്? ഉദ്ധവന്. ഭഗവാനും അതെ. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുന്ന സംവാദമാണ് ഈ സംവാദം. അത് വായിച്ചാലും രസം, കേട്ടാലും രസം. ഉദ്ധവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭഗവാനോട് ഓരോ ചോദ്യം ചോദിക്കും, ഭഗവാൻ ഉദ്ധവനോടും ഓരോ ചോദ്യം ചോദിക്കും. അവർ വളരെ എത്രയോ കാലമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. എന്നിട്ട് ഭഗവാൻ ഉദ്ധവനോട് ചോദിക്കും, ഈ ലോകത്തിൽ ഉദ്ധവ ന തഥാമേ പ്രിയതമഃ. ഭഗവാൻ പറയുകയാണ്, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു, അങ്ങനെ നിരവധി ഭക്തന്മാരുണ്ടെന്ന് പറഞ്ഞു ഭഗവാൻ ഉദ്ധവനോട് പറയുകയാണ്. പിന്നെ നിങ്ങൾക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് ആദ്യം ഞാൻ തീർത്ത് തരാം, അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. പലർക്കും ഒരു ധാരണയുണ്ട്, ഇതൊക്കെ മിക്കവാറും അനുഷ്ഠിപ്പ് വൃത്തത്തിലാണ് ശ്ലോകങ്ങൾ, ചിലതൊക്കെ വൃത്തം മാറിയിട്ടാണ്. അപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ വിചാരിച്ചത് ശ്രീകൃഷ്ണൻ ഇങ്ങനെ അനുഷ്ഠിപ്പ് വൃത്തത്തിൽ മറുപടി പറഞ്ഞു, ഉദ്ധവൻ അനുഷ്ഠിപ്പ് വൃത്തത്തിൽ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചു, അങ്ങനെയൊക്കെ ധരിച്ച് അബദ്ധമായ ആൾക്കാരാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നു. അനുഷ്ഠിപ്പ് വൃത്തത്തിനൊന്നല്ല ഉദ്ധവൻ ചോദ്യം ചോദിച്ചത്, കൃഷ്ണൻ മറുപടി പറഞ്ഞത് അങ്ങനെയല്ല. അവർ സാധാരണ ദ്വാരകയിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് അവർ സംസാരിച്ചത്. വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? വേദവ്യാസ മഹർഷി സമാധിയിലിരുന്ന് ഉദ്ധവനും ഭഗവാനും കൂടി പറഞ്ഞ അവരുടേതായ ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസ്കൃത ഭാഷയിലേക്കാക്കി, മനോഹരമായ വൃത്തങ്ങളിലാക്കി, അതിഗംഭീരമായ ഭാഗവതമാക്കി എഴുതി. അതെങ്ങനെ വേദവ്യാസ മഹർഷിക്ക് സാധിച്ചത്? ഈ ശ്രീകൃഷ്ണനും വേദവ്യാസനും രണ്ടല്ല. വേദവ്യാസ മഹർഷിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടല്ല, ഒരാൾ തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഭഗവാൻ തന്നെയാണ് വേദവ്യാസ മഹർഷിയായിട്ട് അവതരിച്ചിട്ട് ഇതൊക്കെ എഴുതിയത്. അപ്പോൾ പിന്നെ ഉദ്ധവനോട് പറഞ്ഞതൊക്കെ ഭഗവാൻ എഴുതാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പറയുകയാണ്, ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തനുണ്ട്. ഉദ്ധവനോട് ചോദിച്ചു, ആരാ പറയാൻ പറ്റുമോ ഉദ്ധവ? ഉദ്ധവനോട് ഇടയ്ക്ക് ഭഗവാൻ ഓരോരോ, ഞാനിടയ്ക്ക് നിങ്ങളോട് ഓരോ ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. ഇതുപോലെ ഭഗവാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും.
ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് എനിക്ക്, അതാരാ പറയാൻ പറ്റുമോ? അപ്പോൾ ഉദ്ധവൻ ഒന്നങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്കറിയാം, ബ്രഹ്മാവായിരിക്കും. എന്താ കാരണം? ആദ്യമായിട്ട് ഭഗവാൻ ഭാഗവതം പറഞ്ഞു കൊടുത്ത ബ്രഹ്മാവിനല്ലേ. അപ്പം അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബ്രഹ്മാവിനെയായിരിക്കും. ഭഗവാൻ ചിരിച്ചൊരു വട്ടങ്ങ് തിരിച്ചു. നമ്മൾ കണ്ടില്ല ഇടയ്ക്ക് ചിരിച്ചിട്ട് വട്ടം തിരിക്കുന്നത്. അവരൊരു മരത്തിൻ്റെ താഴത്തിരിക്കുകയാണ്. ഒരു മരത്തിൻ്റെ ഭഗവാനുണ്ട്, അവർ നിൽക്കുകയാണ്. ഉദ്ധവൻ്റെ ഉത്തരം കേട്ട് ഭഗവാൻ വട്ടം തിരിഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവ ഉത്തരം തെറ്റിപ്പോയി. എന്താ ഭഗവാൻ എൻ്റെ ഉത്തരം തെറ്റി എന്നാണോ പറയുന്നത്? ഞാൻ വിചാരിച്ചു ഉദ്ധവ അങ്ങയെപ്പറ്റി ബുദ്ധിസത്തവനാണെന്നൊക്കെ വിചാരിച്ചു. ഭഗവാൻ എന്നെങ്ങനെ ചിരിച്ചിട്ട് വിഷമിപ്പിക്കല്ലോ. പിന്നെന്താ ഉത്തരം? അത് ഞാൻ പറയില്ല, ഉദ്ധവൻ പറഞ്ഞാൽ മതി. എന്താ ചോദ്യം? എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്തനുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ കൈലാസത്തിലിരിക്കുന്ന സാക്ഷാൽ ശിവനായിരിക്കും. ഭഗവാൻ നിലത്ത് വീണ് ചിരിച്ചു അത്രേ. എന്താ അത്? ഉദ്ധവൻ്റെ ഉത്തരം തെറ്റുകയാണ്. പിന്നെ രണ്ടാളും നിലത്തിരുന്നു. ഉദ്ധവ, ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു തവണയും കൂടി ഉത്തരം പറയാൻ ഞാനൊരവസരം തരാം. ഇതുവരെ ആരാ ഉത്തരം പറഞ്ഞത്? ഉദ്ധവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭഗവാനാണല്ലോ ഇതുവരെ മറുപടി പറഞ്ഞത്. ഇപ്പം ഭഗവാൻ ഉദ്ധവനോട് ചോദിച്ചിട്ട് ഉദ്ധവന് മറുപടി പറയാൻ പറ്റുന്നില്ല. ഒറ്റ വാക്കല്ലേ മറുപടി പറയണ്ടു. അപ്പം പറഞ്ഞു, എന്നാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടം ബലരാമനെ ആയിരിക്കും. എനിക്കറിയാം, വല്ല ഓർമ്മയുണ്ട്. ഒരു ദിവസം ഒരു പഴം കിട്ടി ഇത്രേ. കൃഷ്ണന് എവിടുന്നോ ചെറിയൊരു വിശേഷമായിട്ടുള്ള പഴം കിട്ടി. പഴം കിട്ടിയപ്പോൾ ഉദ്ധവൻ അന്നവിടെ എന്തോ അങ്ങനെ ഈ ഫയൽ നോക്കിയിരിക്കുക. ഈ പ്രധാനമന്ത്രിക്ക് കുറേ ഫയൽ നോക്കണ്ട. അപ്പോഴാണ് കൃഷ്ണൻ ഈ പഴം കിട്ടിയപ്പോൾ ഉദ്ധവൻ ഇവിടെ ഓഫീസ് റൂമിൽ ഇരിക്കുകയാണ് പ്രധാനമന്ത്രി. അപ്പോൾ കൃഷ്ണൻ്റെ അവിടുന്ന് രാമജ്യേഷ്ഠ. ഉദ്ധവൻ വിചാരിച്ചു ഇവിടെ എന്തോ ഭൂകമ്പം പറ്റുണ്ടായോ. അപ്പോൾ ഉദ്ധവൻ ആ ഫയലിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വയ്ക്കും, പറന്നു പോകാണ്ടിരിക്കും. അതവിടെ വെച്ചിട്ട് ഉദ്ധവൻ എല്ലാം പുറത്തിറങ്ങി നോക്കിയപ്പോൾ ബലരാമൻ്റെ ഓടി വരുന്നു. രണ്ടാൾക്കും കുറേ പ്രായമുണ്ട്. ഉദ്ധവൻ കണ്ട് നോക്കി എന്താ പരിപാടി പറയണ്ടേ. ഉദ്ധവൻ പ്രധാനമന്ത്രിയല്ലേ, ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് അറിയില്ല. അപ്പോൾ ഭഗവാൻ രാമനോട് പറയാണ്, രാമജ്യേഷ്ഠ എനിക്ക് വിശേഷമായൊരു പഴം കിട്ടി, അത് നമുക്ക് രണ്ടാൾക്കൂടി കഴിക്കാം. അപ്പോൾ ബലരാമൻ എടുത്തു വന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, രാമ എടുത്തോളൂ നേട്ടനോട്. എടുത്തോളൂ. എന്നിട്ട് എന്ത് ചെയ്തു? ബലരാമൻ എടുത്തിട്ട് പകുതി എടുത്തു. ബലരാമൻ എടുത്തു, കുറച്ചും കൂടി മതി കൃഷ്ണ, ബാക്കി നീ കഴിക്കുക. ഇവർ ചെറിയ കുട്ടികളൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 75-76 വയസ്സുണ്ട് ആർക്ക്. എന്നിട്ട് ആ ഒരു പഴം തിരക്കിലാണ് ഭഗവാൻ. രാവിലെ അങ്ങനെ ഭഗവാൻ അങ്ങനെ വന്നിട്ട് ഈ സുധർമ്മ സഭയിലേക്ക് കയറുന്ന സമയത്താണ് ഏതോ ഒരു ഭക്തൻ എവിടുന്നോ വന്നിട്ട് ഭഗവാൻ ഒരു വിശിഷ്ടമായ പഴം കൊടുത്തതാണ്. ഭഗവാൻ വേഗം കയറിയിരിക്കണം. ആ സമയത്ത് പോലും ഭഗവാൻ ആരെ വിളിച്ചു? ഭ്രാതൃസ്നേഹ പരിപ്ലുതനായിട്ട് ബലരാമന പകുതി പഴം കൊടുത്ത് ബാക്കിയുള്ള ഒരു പഴക്കഷ്ണം വായിൽ വെച്ച് ഭഗവാൻ മെല്ലെ സമയത്തോടെ കയറിയിരിക്കണ്ടേ. ഉദ്ധവൻ എന്താ പുറത്തു നിൽക്കുന്നത്? അല്ല, ഭഗവാൻ രാമജ്യേഷ്ഠ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ എന്താണെന്നറിയാതെ ആ ഉദ്ധവൻ ഉണ്ടായിരുന്നു. അയ്യോ, പഴം കഴിച്ചു ഭഗവാൻ. അത് കണ്ടപ്പോൾ ഉദ്ധവന് മനസ്സിലായി. ഉദ്ധവൻ മറുപടി പറഞ്ഞു, അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഞാനിവിടെ ഓഫീസിലില്ലേ, ഉദ്ധവാന്ന് വിളിച്ചേക്ക് പഴം തന്നാൽ പോരെ, എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ബലരാമനെയാണ്. അപ്പോഴും ഭഗവാൻ പറഞ്ഞു, ഉത്തരം തെറ്റിപ്പോയി. ഭഗവാൻ അതിനേക്കാളിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അത്രേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താണെന്നറിയോ, കരിഹിചിതധ്യായം എന്നൊരു കഥയുണ്ട്, ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഭാഗവതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥയാണ് കരിഹിചിതധ്യായം. ഞാൻ ഇവിടുന്ന് അതിനെപ്പറ്റി കമാന്നൊരക്ഷരം വേണ്ടിയില്ല. എന്തേത് സമയം കിട്ടണ്ടേ. അതൊക്കെ ഉദ്ധവന് മനസ്സിലായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതല്ലേ. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലക്ഷ്മീദേവി ആയിരിക്കും. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ ഈ പറയുന്ന ഉത്തരം മുഴുവൻ അങ്ങനെ തെറ്റിച്ച് പറയാം. പ്രായം കൂടി, എത്ര പ്രായമാണെന്നറിയോ? 125. എനിക്ക് എത്രയായെന്നറിയോ? 125. പ്രായം കുറേ ആവുന്ന സമയത്ത് പലതിനും ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. ഇനി പറയണ്ട, ഇതെന്തൊരു കഷ്ടം. എന്നാൽ ഭഗവാൻ പറഞ്ഞോളൂ. ദേഷ്യേ ഈ ഭക്തനും ഭഗവാനോട് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഇടയ്ക്ക് രണ്ടാൾക്കും കൂടി ഒരു എന്താ പറയുക, ഒരു സൗന്ദര്യപ്പിണക്കം പറ്റും അത്ര. ഉദ്ധവോപദേശം കേട്ടുകൊണ്ടിരിക്കണ ഉദ്ധവൻ കരയാൻ തുടങ്ങി. എനിക്ക് അറിയില്ല, ഇനി അങ്ങ് തന്നെ പറഞ്ഞാൽ മതി, എത്ര ഉത്തരമായി ഞാൻ പറയണം, എന്നോട് ഇനി ഒന്നും പറയണ്ട, ഇതെന്താ കളിപ്പിക്കുക.
വേണമെങ്കിൽ ഉദ്ധവൻ എഴുന്നേറ്റു, ഒന്നും കേൾക്കണ്ടാവില്ല. ഭഗവാന് തോന്നി, ഈശ്വര ഇത് പ്രണയകലഹം, ഇപ്പോൾ അവിടുന്ന് രുക്മിണിയിൽ ഇവിടെ എത്തിയോ? ഭഗവാൻ എന്നെ പിന്നാലെ വന്നു. എന്നിട്ട് ഉദ്ധവൻ അവിടെ എവിടെയോ പോയി കരഞ്ഞിരിക്കുക, കൊച്ചുകുട്ടിയെ പോലെ. ഈ ചെറിയ കുട്ടികൾ കണ്ട് എന്തൊരു നിഷ്കളങ്കതയല്ലേ. ഉദ്ധവൻ ഇങ്ങനെ കരഞ്ഞ് ഇരിക്കുമ്പോൾ ഭഗവാൻ, എന്താ ഉദ്ധവ ദേ ഇങ്ങോട്ട് നോക്കൂ, ഈ ചെറിയ കുട്ടികൾക്ക് എന്തൊരു വാശിയല്ലേ. ആ നിഷ്കളങ്കത ആർക്കാണോ ഉള്ളത് അവർക്കാണ് ഭഗവാൻ എന്താണെന്ന് മനസ്സിലാവുക. ഭഗവാൻ പറഞ്ഞു, അതെ. ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ കണ്ണ് തുടച്ചു. ഭഗവാൻ കരയാൻ പാടില്ലല്ലോ, ഞാൻ വല്ലതും പറഞ്ഞിട്ട് ഭഗവാൻ ഇവർ പിരിയാൻ പോവുക, ഇത്തിരി നേരം കൂടി ഇനി ഭൂമിയിൽ ജീവിക്കുള്ളൂ, രണ്ടാക്കും അറിയാം. ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു, ഈ ദ്വാരകയിൽ എത്ര പേരുണ്ട് ഉദ്ധവ? കോടിക്കണക്കിന് ആൾക്കാരല്ലേ. എനിക്കറിയാം, എല്ലാവരും എന്നെ വിട്ടു പോയി. എല്ലാവരും ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിച്ച പലരും ഈ അവസാന നിമിഷത്തിൽ എന്നെ വിട്ടുപോയി. പക്ഷേ അങ്ങ് മാത്രമാണ് എന്നെ തേടി വന്നത്. അതുകൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഉദ്ധവനാണ്. കെട്ടിപ്പിടിച്ചു. എത്ര നേരം അവരാലിംഗനബദ്ധരായിട്ട് അവിടെ നിന്നതെന്ന് അറിയില്ല. പറഞ്ഞത് മനസ്സിലായല്ലേ? ഈ ഉദ്ധവനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും ഇനി വരയില്ല. അതാണ് അടുത്ത ശ്ലോകം. ആ ശ്ലോകത്തിൻ്റെ അന്ന് ശ്ലോകം വായിച്ചു നോക്കൂ. അത് രസമുള്ള ശ്ലോകമല്ലേ, അന്ന് വായിച്ചു നോക്കൂ. അതാണ് 15ാമത്തെ ശ്ലോകം. ഭഗവാൻ പറയുകയാണ്, എന്ത്? ന തഥാ മേ പ്രിയതമ ആത്മയോനം ന ശങ്കര ന ച സംഘർഷണോ ന ശ്രീ നൈവാത്മാ ച യഥാ ഭവാൻ. ഈ ശ്ലോകമാവട്ടെ ഇന്നത്തെ നമ്മുടെ സ്മരണ വിഷയം. അപ്പം ഇന്ന് രാത്രി മുഴുവനും നിങ്ങൾ ഈ കഥ ഓർത്തിരിക്കുക. ഒരൊന്നും ഓർക്കണ്ട. വീട്ടിൽ പോയിട്ട് കുറേ നേരം ഞാനൊരു സൂചന തന്നിട്ടേ ഉള്ളൂ, അത് നിങ്ങൾ ഓർക്കുക. എന്തിനാ ഇത് ഓർക്കണതെന്നും കൂടി പറഞ്ഞുതരാം. ഒരൊന്നും ഇനി ഓർക്കണ്ട. ഇനി ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നത് വരെ, നാളെ രാവിലെ വരെ ഈ ശ്ലോകത്തിൻ്റെ സ്വാരസ്യം ഓർക്കുക. എന്താണത്? ന തഥാ മേ പ്രിയതമ ആത്മയോനിർ ന ശങ്കര ന ച സംഘർഷണോ ന ശ്രീ നൈവാത്മാ ച യഥാ ഭവാൻ. എൻ്റെ കൂടെ ആ ശ്ലോകം ഒന്ന് വായിച്ചോളൂ. ന തഥാ മേ പ്രിയതമ ആത്മയോനി ന ശങ്കര ന ച സംഘർഷണോ ന ശ്രീ നൈവാത്മാ ച യഥാ ഭവാൻ. ഒന്നുകൂടി വായിക്കൂ. ന തഥാ മേ പ്രിയതമ ആത്മയോനിർ ന ശങ്കര ന ച സംഘർഷണോ ന ശ്രീ നൈവാത്മാ ച യഥാ ഭവാൻ. അത് ചേർത്ത് ഞാനിപ്പം മുറിച്ചിട്ടാണ് വായിച്ചത്. ശരിക്കും അത് മുറിക്കാൻ നിങ്ങൾക്കൊരു സൗകര്യമാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മുറിച്ചാണ് വായിച്ചത്. ഇനി അത് മുറിക്കാതെയാണ് ശരിക്കും വായിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ്? എൻ്റെ കൂടെ വായിച്ചോ. ന തഥാ മേ പ്രിയതമ ആത്മയോനിർ ന ശങ്കര ന ച സംഘർഷണോ ന ശ്രീർനൈവാത്മാ ച യഥാ ഭവാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ. പറയൂ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ
ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമോ